നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. 1700 വർഷം മുൻപ് ഭാരതം സമ്പന്നമായിരുന്ന കാലത്ത് കാളിദാസ മഹാകവി ആവിഷ്കരിച്ച് രാജധാനികളിലും ക്ഷേത്രാങ്കണങ്ങളിലും ആടിത്തകർത്തിരുന്ന അഭിജ്ഞാന ശാകുന്തളം എന്ന വിശ്വോത്തര പ്രണയകഥ ആധുനിക കാലത്തിൻ്റെ ദർശനത്തിനായി ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കാളിദാസന്റെ ശാകുന്തളം എന്ന കഥയുടെ 3ാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ്. ശകുന്തളെ, നമുക്ക് പൂജിക്കാൻ നല്ല അതിഥിയെ കിട്ടിയിരിക്കുന്നു. നീ പോയി നല്ല പഴങ്ങൾ ഉൾപ്പെടുന്ന അർഘ്യം കൊണ്ടുവരൂ. പാദ്യത്തിന് ഈ കുംഭത്തിലെ ജലം തന്നെ എടുക്കാം, അനസൂയ പറഞ്ഞു. ഈ അതിഥി പൊൻകണി കണ്ടു കഴിഞ്ഞു. കാട്ടുപൂക്കളിൽ നിന്ന് ഒട്ടും ഭേദമല്ലാത്ത ആശ്രമ കന്യകമാരുടെ മധുരോക്തികൾ കൊണ്ട് നിങ്ങൾ ആതിഥ്യം ചെയ്തു കഴിഞ്ഞു. യാത്രാക്ഷീണമുള്ള ഈ അതിഥിയും ജോലി ചെയ്തു ക്ഷീണിച്ച നിങ്ങളും അല്പം ഇരുന്ന് വിശ്രമിക്കുകയാണ് വേണ്ടത്, ദുഷ്യന്തൻ പറഞ്ഞു. ഈ ഏഴിലമ്പാല ചുവട്ടിൽ നല്ല തണലുണ്ട്, കുളിരുമുണ്ട്. ആര്യൻ ഈ തറയിലിരുന്ന് വിശ്രമിച്ചാലും, പ്രിയംവദ പറഞ്ഞു. ദുഷ്യന്തൻ ഇരുന്നു. തുടർന്ന് കന്യകമാരെ ക്ഷണിച്ചു. നിങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണ്, ഇരുന്നാലും. അതു കേട്ട് അനസൂയ പറഞ്ഞു, ശകുന്തളെ, വിശിഷ്ട അതിഥികളുടെ ക്ഷണം സ്വീകരിക്കുന്നത് ആതിഥ്യമര്യാദയാണ്. നമുക്കും ഇരിക്കാം. അങ്ങനെ എല്ലാവരും ഇരുന്നു. എന്നാൽ ശകുന്തള ചിന്താഭരിതയായിരുന്നു. അവളുടെ മനസ്സിൽ ഒരു സംഘർഷം നടക്കുകയാണ്. അവൾ ഓർത്തു, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ചിന്ത, തപോവന വിരുദ്ധമായ ഒരു വികാരം ഈ അതിഥിയെ കണ്ടപ്പോൾ മുതൽ തൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നു. പ്രിയംവദ നിഗൂഢമായി അനസൂയയോട് ചോദിച്ചു, അനസൂയെ, ആരായിരിക്കും ഈ വിശിഷ്ട അതിഥി? സുന്ദരവും ഗംഭീരവുമായ ആകൃതി, മധുരം പൊഴിയുന്ന സംഭാഷണം, ഏതോ മഹാപ്രഭുവാണ് എന്നുള്ളത് നിശ്ചയം തന്നെ. എന്നാലും നല്ല കനിവുള്ള പുരുഷൻ. അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ തന്നെ ചോദിക്കാം, അനസൂയ പറഞ്ഞു. ഉടനെ അവൾ രാജാവിനു നേരെ തിരിഞ്ഞു. ആര്യ, അങ്ങയുടെ രാജലക്ഷണങ്ങളുള്ള ശരീരവും ഗംഭീരമായ പ്രകൃതിയും എന്നെ തെല്ലു ഭയപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അങ്ങയുടെ സരളമായ സംഭാഷണ രീതി കൊണ്ട് കിട്ടിയ ധൈര്യത്തിലാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഏതൊരു രാജർഷി വംശമാണ് അങ്ങയുടെ ജനനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്? ആശ്രമപ്രവേശനത്തിന് അങ്ങയെ പ്രേരിതനാക്കിയ കാര്യം എന്തായിരിക്കും? ആ ചോദ്യം ശകുന്തളയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. താൻ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെ. എങ്കിലും അവൾ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. താൻ എന്താണിങ്ങനെയൊക്കെ? പരപുരുഷന്റെ വൃത്താന്തം ശ്രവിച്ചിട്ട് തനിക്ക് എന്തു നേടാനാണ്? ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുവെങ്കിലും അതിഥിയുടെ ഉത്തരത്തിനായി അവൾ ചെവിയോർത്തു. പൗരവരാജാവിനാൽ നിയോഗിക്കപ്പെട്ട ധർമ്മരക്ഷാധികാരിയാണ് ഞാൻ. ഈ വഴി കടന്നു പോയപ്പോൾ ആശ്രമകാര്യങ്ങൾക്ക് ഭംഗമൊന്നുമില്ലാതെ നടക്കുന്നു എന്നുറപ്പാക്കാൻ ഇവിടെ വന്നതാണ്. യാഥാർത്ഥ്യം മറച്ചു വച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞതിൽ രാജാവിന് ഖിന്നത തോന്നി. എങ്കിലും ആശ്രമകന്യകൾക്ക് അതുതന്നെ ധാരാളമായി. രാജാവിൻ്റെ ധർമാധികാരി തന്നെ ഞങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനെത്തിയല്ലോ, ഏറെ സന്തോഷമായി, അനസൂയ പറഞ്ഞു. ശകുന്തളയുടെ കവിളിൽ ശൃംഗാരലജ്ജ നിറം ചാർത്തുന്നത് കണ്ട് തോഴിമാർ മന്ദഹസിച്ചു. ദുഷ്യന്തൻ ശകുന്തളയെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. ഇരുവർക്കുമിടയിൽ പ്രേമപ്രവാഹത്തിന്റെ നിഗൂഢമായ ചാലുകൾ ഒഴുകിത്തുടങ്ങിയോ എന്ന് തോഴിമാർ സംശയിച്ചു. അച്ഛൻ ഈ വേളയിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു, ഗൂഢമായ ചിരിയോടെ അനസൂയ പറഞ്ഞു. ഞാനും അതുതന്നെ ചിന്തിച്ചു, പ്രിയംവദ പിന്താങ്ങി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്താണ്? ശകുന്തളയ്ക്ക് ശുണ്ഠി കയറി. അച്ഛൻ തൻ്റെ ജീവിത സർവസ്വത്തെ ദാനം ചെയ്ത് ഈ അതിഥിയെ കൃതാർത്ഥനാക്കുമായിരുന്നു, അനസൂയ പറഞ്ഞു. പൊയ്ക്കോളിൻ, നിങ്ങൾ എന്തൊക്കെയോ ഉള്ളിൽ ഒളിച്ചു വച്ചുകൊണ്ട് സംസാരിക്കുന്നു, എനിക്ക് കേൾക്കണ്ട, ശകുന്തള പരിഭവിച്ചു. നിങ്ങളുടെ ഈ പ്രാണസഖിയെപ്പറ്റി ഞാനും ചിലതൊക്കെ ചോദിച്ചു കൊള്ളട്ടെ, ദുഷ്യന്തൻ ചോദിച്ചു. അങ്ങ് ചോദിക്കുന്നത് വലിയൊരു ബഹുമതിയായി ഞങ്ങൾ കണക്കാക്കും, പ്രിയംവദ പറഞ്ഞു. കണ്വമുനി നിത്യബ്രഹ്മചാരിയാണെന്ന് പ്രസിദ്ധമാണല്ലോ. നിങ്ങളുടെ ഈ സഖി അദ്ദേഹത്തിൻ്റെ പുത്രിയാണെന്നും പറഞ്ഞു. അതെങ്ങനെ സാധിക്കും?
ദുഷ്യന്തന്റെ സംശയം. വിശ്വാമിത്രൻ എന്ന കീർത്തിമാനായ രാജർഷിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാകും. ആ മഹാത്മാവിന് അപ്സര സുന്ദരിയിൽ ജനിച്ച പുത്രിയാണ് ശകുന്തള. രാജർഷി വിശ്വാമിത്രൻ പുത്രിയെ ത്യജിച്ചപ്പോൾ താതകണ്വൻ എടുത്തു വളർത്തി. അങ്ങനെ കണ്വപുത്രി ശകുന്തള എന്നറിയപ്പെട്ടു തുടങ്ങി. എന്ത്? വിശ്വാമിത്രൻ പുത്രിയെ ത്യജിക്കുകയോ? അതെങ്ങനെ സംഭവിച്ചു? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ദുഷ്യന്തൻ പറഞ്ഞു. എങ്കിൽ ആര്യൻ ആ കഥ മുഴുവനായി കേട്ടുകൊള്ളൂ. അനസൂയയും പ്രിയംവദയും ചേർന്ന് ശകുന്തളയുടെ ജന്മകഥയത്രയും ദുഷ്യന്തനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ അത്ഭുത കഥ മുഴുവനായി കേട്ടതിന് ശേഷം നെടുവീർപ്പോടെ ദുഷ്യന്തൻ പറഞ്ഞു, മനുഷ്യ സ്ത്രീകൾക്ക് ഇത്രയും സൗന്ദര്യം എങ്ങനെ എന്ന് ഞാൻ സംശയിക്കുകയായിരുന്നു. ഓ, ക്ഷത്രിയ രാജാവിന് അപ്സരസിലുണ്ടായ പുത്രി. അത് ശരി. അങ്ങനെ ആ തടസ്സവും മാറിയിരിക്കുന്നു. അപ്പോഴത്തെ ആവേശം കൊണ്ട് അധികപ്പറ്റു പറഞ്ഞു പോയതിൽ രാജാവ് ഖിന്നനായി. എന്തെങ്കിലും പറഞ്ഞൊഴിയണം. പക്ഷേ അനസൂയ വിട്ടില്ല. എന്തു തടസ്സം മാറിയെന്നാണ് ആര്യൻ പറഞ്ഞത്? ദയവായി വിശദമാക്കിയാലും. ധർമ്മവ്യവസ്ഥകൾക്കനുസരിച്ച് ശകുന്തളയെ തനിക്ക് വേൾക്കാൻ കഴിയുമോ എന്നായിരുന്നു മുൻപ് ദുഷ്യന്തന്റെ സങ്കടം. കണ്വന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച പുത്രിയാണെങ്കിൽ ക്ഷത്രിയനായ തനിക്ക് അവളെ വേൾക്കാനാവില്ല. ആ തടസ്സം മാറിയതിൻ്റെ സന്തോഷമാണ് ദുഷ്യന്തനെ ആവേശഭരിതനാക്കിയത്. അത് ആശ്രമകന്യകളോട് പറയാനാവില്ലല്ലോ. അല്ല, ഇടയ്ക്ക് ഞാനൊരു ചിന്താകുഴപ്പത്തിലായി. കർഷക ജനതയെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ ആശ്രമവനത്തിന് പുറത്ത് മൃഗയാസംഘം തമ്പടിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് ഞാൻ എന്തോ പറഞ്ഞു പോയത്. ദുഷ്യന്തൻ അങ്ങനെ പറഞ്ഞൊഴിഞ്ഞു. ശുഭകരമായ മറുപടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ അപ്സരകുമാരിയെക്കുറിച്ച് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ദുഷ്യന്തൻ ചോദിച്ചു. ആര്യന് എന്ത് ചോദ്യവും ചോദിക്കാമല്ലോ, സഖിമാർ പറഞ്ഞു. മാൻമിഴി പോലെ സുന്ദരമായ കണ്ണുകളുള്ള നിങ്ങളുടെ ഈ തോഴി എന്നുവരേക്കാണ് ഋഷിവ്രതത്തിൽ ഇരിക്കേണ്ടത്? അവളുടെ വേളി കഴിയുന്നതുവരെയോ? അതോ ജീവിതകാലം അത്രയും ഋഷി ജീവിതത്തിൽ തുടരണോ? വേളി കഴിപ്പിക്കുന്നുവെങ്കിൽ അത് നാഗരീക ജീവിതത്തിലായിരിക്കുമോ? അതോ തപസ്വിയുടെ പത്നിയായി മാനുകളോടൊപ്പം എക്കാലവും കഴിയേണ്ടി വരുമോ? രാജാവിൻ്റെ ഉത്കണ്ഠകൾ അത്രയും ഇങ്ങനെ പുറത്തുചാടി. ആര്യ, ധർമാചരണത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്തവരാണ് ആശ്രമജീവികൾ. അതുകൊണ്ട് പുത്രിയെ ആശ്രമത്തിൽ ബന്ധനസ്ഥയാക്കാതെ അനുരൂപനായ ഒരു വരനെ കണ്ടെത്തി ഏൽപ്പിച്ചു കൊടുക്കാനാണ് താതകണ്വൻ ആഗ്രഹിക്കുന്നത്, പ്രിയംവദ പറഞ്ഞു. ദുഷ്യന്തന്റെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖത്ത് നേർത്ത ചിരി പടർന്നു. അപ്പോൾ അവളെ വേൾക്കാൻ താൻ ആഗ്രഹിക്കുന്നത് അതിമോഹമാവില്ല. തീക്കനലെന്ന് കരുതി തൊടാൻ ഭയന്നത് കയ്യിലൊതുങ്ങുന്ന രത്നമാണെന്ന് മനസ്സിലായി ദുഷ്യന്തന്റെ ആത്മഗതം. ദുഷ്യന്തനും തോഴിമാരുമായുള്ള സംഭാഷണം നടക്കുമ്പോൾ ശകുന്തള കാഴ്ചക്കാരിയായി നിൽക്കുകയായിരുന്നു. അവൾക്ക് ശുണ്ഠി കയറി. അനസൂയേ, ഞാൻ പോകുകയാണ്, ശകുന്തള പറഞ്ഞു. എന്തിന്? ഇപ്പോഴെന്തിനാണ് പോകുന്നത്? അല്ല, ഈ പ്രിയംവദ എന്ത് അസംബന്ധങ്ങളൊക്കെയാണ് പുലമ്പുന്നത്? ഗൗതമി മുത്തശ്ശിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഞാൻ പോകുന്നു. ശകുന്തളെ, ആശ്രമത്തിലെത്തിയ വിശിഷ്ടനായ അതിഥിയെ പരിചരിക്കാതെ ഓടിപ്പോകുന്നത് ആശ്രമജീവികൾക്ക് ഹിതകരമല്ല, അനസൂയ പറഞ്ഞു. ശകുന്തള തൻ്റേതാണെന്ന് ഉറപ്പിച്ച മട്ടിലിരിക്കുന്ന ദുഷ്യന്തൻ പോകാനായി നടന്നു തുടങ്ങിയ ശകുന്തളയെ തടഞ്ഞു നിർത്താൻ ആഗ്രഹിച്ചു. എന്നാൽ ശ്രേഷ്ഠയായ മുനികന്യകയെ പിന്തുടരുന്നത് മര്യാദയല്ലെന്ന് തിരിച്ചറിഞ്ഞ് ദുഷ്യന്തൻ അടങ്ങി. പ്രിയമത എഴുന്നേറ്റ് ചെന്ന് ശകുന്തളയെ തടഞ്ഞു. നീ പോകാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നീ എനിക്കൊരു കടം വീട്ടാനുണ്ട്. നിനക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന 2 മരങ്ങൾക്ക് അധികമായി ഞാൻ ജലം നനച്ചിട്ടുണ്ട്. പകരം എൻ്റെ 2 മരങ്ങൾ നനച്ച് കടം വീട്ടിയിട്ടേ നീ പോകാവൂ, പ്രിയംവദ കർശനമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുഷ്യന്തൻ ഇടപെട്ടു. പാവം ശകുന്തള വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ജലകുംഭം ചുമന്നുകൊണ്ട് നടന്ന് അവൾ തളർന്നിരിക്കുന്നു. നെറ്റിയിലും ചുണ്ടിനു മുകളിലും വിയർപ്പുമണികൾ മുളച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഒറ്റക്കൈ കൊണ്ട് കെട്ടിവച്ച കാർകൂന്തളം വിയർപ്പിൽ നനഞ്ഞ് അഴിഞ്ഞുലഞ്ഞത് കണ്ടില്ലേ? അതുകൊണ്ട് ശകുന്തളയുടെ കുടം ഞാൻ വീട്ടിയേക്കാം.
ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ കൈവശമുള്ളതെല്ലാം സൂതനെ ഏൽപ്പിച്ച് തേർതട്ടിൽ വച്ചിട്ടാണ് പോന്നിരിക്കുന്നതെന്ന് ഓർത്തത്. തൻ്റെ പേര് കൊത്തിയ മോതിരം മാത്രമേ കയ്യിലുള്ളൂ. ഒട്ടും മടിക്കാതെ ദുഷ്യന്തൻ മോതിരം ഊരിയെടുത്ത് തോഴിമാർക്ക് നീട്ടി. ഇതാ, ഈ മോതിരം സ്വീകരിച്ച് ശകുന്തളയുടെ കടം വീട്ടിയതായി കണക്കാക്കിക്കൊള്ളൂ. പക്ഷേ ആ മോതിരത്തിൽ കൊത്തിയിരിക്കുന്ന പേര് നോക്കി സഖിമാർ അമ്പരന്ന് നിന്നു. മടിക്കണ്ട, രാജാവ് തരുന്ന സമ്മാനം തന്നെയാണിത്. ഇതു വാങ്ങി പാപം ശകുന്തളയെ കടത്തിൽ നിന്ന് മോചിപ്പിച്ചേക്കൂ. മോതിരം നീട്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് രാജാവു തന്നെയെന്ന് അവർ സന്ദേഹിച്ചു. മോതിരം കൈപ്പറ്റുന്നതിന് പകരം അത് നിരസിച്ചുകൊണ്ട് പ്രിയംവദ പറഞ്ഞു, ഈ മോതിരം ആര്യന്റെ വിരലിൽ നിന്ന് എടുത്തുകൂടാ. അങ്ങയുടെ വാക്കുകൾ കൊണ്ട് തന്നെ ഇവളുടെ കടം തീർന്നിരിക്കുന്നു. പ്രിയംവദ പുഞ്ചിരിച്ച് ശകുന്തളയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ശകുന്തളെ, കാരുണ്യവാനായ ആര്യൻ അല്ലെങ്കിൽ മഹാരാജാവ് നിന്റെ കടം തീർത്തിരിക്കുന്നു. ഇനി നിനക്ക് പോകാം. അതിഥിയുടെ പുരുഷ ഗാംഭീര്യത്തിന്റെ തണലിൽ തെല്ല് നേരം കൂടി പറ്റി നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവളുടെ ഒരു കടം വീട്ടലും തന്നെ ഓടിച്ചുവിടാനുള്ള ശ്രമവും. പതിവില്ലാത്ത കാലുഷ്യത്തോടെ ശകുന്തള പറഞ്ഞു, നീ ആരാണ് എന്നെ തടഞ്ഞു നിർത്താനും പറഞ്ഞയക്കാനും? അതുകേട്ട് സഖിമാർ ചിരിച്ചു. ശകുന്തളെ, നിനക്ക് എന്താണ് പറ്റിയതെന്ന് ഞങ്ങൾക്കറിയാം. വെറുതെ ചൂടാകാതെ ശാന്തയാകൂ. വീണ്ടും ശകുന്തളയുടെ മുഖം വിളറി. താൻ സ്വയമറിയാതെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചു പോകുന്നു. അത് മറ്റാരും അറിയരുതെന്നും ആഗ്രഹിക്കുന്നു. അവൾക്ക് സഖിമാരോട് ദേഷ്യം വന്നു. ദുഷ്യന്തനും ഇത്തരമൊരു ചിന്താവലയത്തിലായിരുന്നു. തനിക്ക് അവളോട് തോന്നുന്നത് പോലെ അവൾക്ക് തന്നോടും തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ടവൾ പോകാതെ നിൽക്കുന്നത്? തോഴിമാരെ പോലെ തൻ്റെ സംഭാഷണത്തിൻ്റെ ചുവട് പിടിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും തൻ്റെ മൊഴികൾ കേൾക്കാൻ അവൾ കാതുകൂർപ്പിക്കുന്നു. ഈ വേളയിൽ ഭയാക്രാന്തമായ ഒരു ശബ്ദഘോഷം മുഴങ്ങി. ആശ്രമവാസികളെ ശ്രദ്ധിക്കുവിൻ! ദുഷ്യന്ത മഹാരാജാവിൻ്റെ മൃഗയാസംഘത്തിൻ്റെ അണിമുറിച്ച് ക്രൂരനായ ഒരു കാട്ടുകൊമ്പൻ ആശ്രമ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു. കുത്തിവീഴ്ത്തിയ മരച്ചോല കൊണ്ട് വികൃതമായ ചായം തേച്ച കൊമ്പുകൾ, പിഴുതുമറിച്ച മരവും മരത്തിൽ ചുറ്റിക്കയറിയിരുന്ന കാട്ടുവള്ളിപ്പടർപ്പും കൊമ്പിൽ കുടുങ്ങിയിട്ടും അവയെല്ലാം ഒന്നായി മുൻപോട്ട് തള്ളിക്കൊണ്ട് നരകം പൊളിച്ചിറങ്ങിയ പിശാചിനെ പോലെയാണ് അവൻ വരുന്നത്. അവൻ്റെ പാതയിൽപ്പെടാതെ ഓടി മാറുക. അന്തരീക്ഷം പെട്ടെന്നു മാറി. ദുഷ്യന്തൻ പറഞ്ഞു, ആ, ഭടന്മാര് ഇപ്പോൾ തന്നെ വന്ന് ആശ്രമം നിറയും. അവർക്ക് ആജ്ഞ കൊടുക്കാൻ എനിക്ക് പോകേണ്ടതുണ്ട്. ആര്യ, ഈ കാട്ടുകൊമ്പന്റെ വർത്തമാനം കേട്ടിട്ട് ഭയമാകുന്നു. പർണശാലയിലേക്ക് മടങ്ങാൻ ഞങ്ങളെ അനുവദിച്ചാലും. സഖിമാർ പറഞ്ഞു, നിങ്ങൾ ധൈര്യപൂർവം മടങ്ങിക്കൊള്ളൂ. കാട്ടുകൊമ്പൻ ആശ്രമവനത്തിൽ പ്രവേശിക്കും മുൻപ് അവനെ ഞാൻ തുരത്തിക്കൊള്ളാം. ദുഷ്യന്തൻ പറഞ്ഞു. ആര്യനെ വേണ്ടവിധം സൽക്കരിക്കാൻ കഴിയാതിരുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഇനിയും കാണണമെന്നറിയിക്കാൻ ലജ്ജ തോന്നുന്നുമുണ്ട്. അനസൂയ പറഞ്ഞു. അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളുടെ ദർശനം തന്നെ എനിക്ക് സൽക്കാരമായിരുന്നു. ശകുന്തളയെ തന്നെ നോക്കിക്കൊണ്ട് ദുഷ്യന്തൻ പറഞ്ഞു. അങ്ങനെ ആശ്രമത്തിലേക്ക് നടക്കുന്ന സഖിമാർക്കു പിന്നിൽ പിന്നെയും പിന്നെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശകുന്തള നടന്നു. തന്നെ പിരിഞ്ഞു പോകാൻ അവൾക്ക് മടിയാണെന്ന് ദുഷ്യന്തനു മനസ്സിലായി. പ്രേമസാഫല്യം നേടിയതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആഹ്ലാദഭരിതമായി. അവളുടെ ദർശനത്തിൽ നിന്ന് കണ്ണുകളും മനസ്സും പറിച്ചെടുക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. തേരിൽ നാട്ടിയിട്ടുള്ള കൊടിയുടെ തണ്ട് മുൻപോട്ട് പായുമ്പോഴും അതിൻ്റെ പട്ടുശീല പിന്നോട്ടു പറക്കുന്നത് പോലെ തൻ്റെ മനസ്സ് ശകുന്തളയുടെ സാമീപ്യം തേടി പിന്നോട്ടു പായുന്നു. മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദിവ്യമായ പ്രേമാനുഭൂതി പരിമളക്കാറ്റുപോലെ ദുഷ്യന്തന്റെ മനസ്സിൽ നിറഞ്ഞു. ആ സമയത്ത് കാട്ടുകൊമ്പന്റെ ഭയാനകമായ അമറൽ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ദുഷ്യന്തൻ വേഗം അങ്ങോട്ട് പാഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് കാളിദാസന്റെ ശാകുന്തളം എന്ന വിശ്വോത്തര പ്രണയ കഥയുടെ 3-ാം ഭാഗം ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഈ കഥയുടെ 4-ാം ഭാഗം അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും.
ഈ കഥാഭാഗവും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.